എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരും എന്നോട് കാണിക്കുന്ന സപ്പോർട്ടിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ എളുപ്പത്തിൽ, വളരെ സ്വാദിഷ്ടമായിട്ട്, വളരെ എളുപ്പത്തിൽ എണ്ണ കൂടുതലൊന്നും ഉപയോഗിക്കാതെ ഒരു 2 സ്പൂൺ എണ്ണയോ മറ്റോ ഉപയോഗിച്ച് മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. കിച്ചണിലേക്ക് പോവാം. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ വളരെ എളുപ്പത്തിൽ, അതായത് വളരെ ഈസിയായി എങ്ങനെ മട്ടൻ കറി വയ്ക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മട്ടനേ ഉള്ളൂ. 250 ഗ്രാം മട്ടണേ വരുള്ളൂ. മട്ടണം കുറച്ച് ചെറിയ ഉള്ളിയും, സവാള വേണ്ട, എല്ലാം അരിഞ്ഞ്, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അരിഞ്ഞ് ഒരുമിച്ച് കുക്കറിലടിക്കാൻ പോവുകയാണ്. അതിൽ മട്ടൻ മസാല ഒരു 1.5 ടീസ്പൂൺ ചേർക്കണം. ഞാനൊരു ഉദ്ദേശം വെച്ച് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്തോളാം, മതിയാവും. അതുകൂടാതെ അല്പം കല്ലുപ്പും ചേർക്കുന്നു. ബാക്കിയെല്ലാം പിന്നീട് ഒരു ലേശം വെള്ളം ഒഴിക്കുന്നു. ഇത്രയേ ഉള്ളൂ. കുഴച്ച് വെച്ച് നമുക്ക് 3-4 വിസിൽ വരുന്നത് വരെ ഗ്യാസിൽ വയ്ക്കാം. ഈസി ആയിട്ട് മട്ടൻ കറി വയ്ക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മട്ടൻ മസാല ചേർത്ത് ഉള്ളിയും പച്ചമുളകും, ചെറിയ ഉള്ളി ഇത് ചേർത്ത് 4 വിസിലാണ്. 2 വിസിൽ ഫുൾ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വന്നതിന് ശേഷം വാങ്ങി നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നു. ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഈസി ആയിട്ട് വയ്ക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പൊടികൾ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. മട്ടൻ മസാല നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ആദ്യമേ തന്നെ ആഡ് ചെയ്ത് ഇനി ഇതിനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കും. ശരി, ഞാൻ ഗ്യാസ് വെച്ച് വയ്ക്കട്ടെ. അങ്ങനെ തേങ്ങാപ്പാലും ആ പൊടിയും കൂടെ ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്തു. ഇനി ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് കടുക് വറുത്തൊഴിക്കാൻ പോവുകയാണ്. ഇതുവരെ അതിൽ എണ്ണ ചേർത്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ഒഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഈസിയായി ഉണ്ടാക്കിയ ഈ മട്ടൻ കറി കടുക് വറുത്ത് ഒഴിച്ചതോടുകൂടി മട്ടൻ കറി റെഡിയായി. വളരെ ഈസിയാണിത്. നമ്മൾ വേറെ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ കടുക് വറുത്ത എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. വളരെ വളരെ ഈസിയാണ്. തേങ്ങാപ്പാൽ ചേർത്ത ഈസിയായ മട്ടൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.